ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായ ഹൊറിഗല്ലു എന്ന ചാപ്റ്ററിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ്. വെരി ഷോർട്ടാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. ഇറ്റ് ഈസ് എൻ അനക്ഡോട്ട് ബൈ സുധാമൂർത്തി. ഇത് എഴുതിയത് ആരാണ്? സുധാമൂർത്തിയാണ്. അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോറി റിലേറ്റഡ് വിത്ത് എ പേഴ്സൺ എന്നാണ് മീനിങ് കേട്ടോ. അപ്പോൾ സ്റ്റോറി എന്ന് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെന്താണ്? അറ്റ് ഫസ്റ്റ് ഷീ സ്പീക്സ് അബൌട്ട് ഹെർ ഗ്രാൻഡ് ഫാദർ. അതായത് നമ്മുടെ റൈറ്റർ ആദ്യം ആരെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്? തൻ്റെ ഗ്രാൻഡ് ഫാദറിനെ പറ്റിയിട്ടാണ്. ഹി വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ. അദ്ദേഹം ആരായിരുന്നു? ഗ്രാൻഡ് ഫാദർ ആരായിരുന്നു? ഒരു റിട്ടയർഡ് സ്കൂൾ ടീച്ചർ ആയിരുന്നു. ഹി വാസ് എ ഗുഡ് ലിസണർ. നല്ലൊരു ലിസണറായി, അതായത് എല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. ഹി ലിസൺ ടു ദ അതേഴ്സ് പ്രോബ്ലംസ് സൈലൻ്റ്ലി. അത് നമ്മുടെ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? മറ്റുള്ളവരുടെ പ്രോബ്ലംസ് നല്ല രീതിയിൽ എന്ത് ചെയ്തു? സൈലൻ്റ് ആയിട്ട് ലിസൺ ചെയ്തു. പീപ്പിൾ ഷെയർഡ് ദെയർ ട്രബിൾസ് വിത്ത് ദം. അത് കാരണത്താൽ തന്നെ അവിടെയുള്ള എല്ലാ ജനങ്ങളും എന്ത് ചെയ്തു? ഈ ഗ്രാൻഡ് ഫാദറുമായിട്ട് അവരുടെ പ്രോബ്ലംസും അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്തു? ഷെയർ ചെയ്തു. ഇറ്റ് റിലാക്സ്ഡ് ദം. അതുവഴി എന്തായി? അവർക്ക്, അതായത് ആരാണോ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് നല്ലൊരു റിലാക്സേഷൻ, നല്ലൊരു സന്തോഷം, നല്ലൊരു കംഫർട്ട് എന്ത് ചെയ്തു? അവർക്ക് ഫീൽ ചെയ്തു. ഇറ്റ് ഈസ്ഡ് ദെയർ ബേർഡൻ. അതുവഴി അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്തായി? മെല്ലെ മെല്ലെ ഇല്ലാതായി. ദെൻ ഷി ഓൾസോ സ്പീക്സ് അബൌട്ട് രത്ന, ഹെർ കൊളീഗ്. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് രത്ന. രത്ന എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ കൊളീഗാണ് കേട്ടോ. അതായത് നമ്മുടെ സുധാമൂർത്തിൻ്റെ കൊളീഗാണ് കേട്ടോ, ഒപ്പം വർക്ക് ചെയ്യുന്ന ആളാണ്. ഷീ വാസ് എൻ സ്മാർട്ട്. രത്ന ആരായിരുന്നു? സ്മാർട്ടായിരുന്നു. ഷീ ലിസൺ ടു അതേഴ്സ് പ്രോബ്ലംസ് വിത്ത് സിമ്പതി. നമ്മളെ രത്ന എന്ത് ചെയ്തു? മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്തു? നല്ല രീതിയിൽ എന്ത് ചെയ്തു? ലിസൺ ചെയ്തു. വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്, അതായത് ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെയാണ് എന്ത് ചെയ്തത്? ലിസൺ ചെയ്തത്. ഷീ കെപ്റ്റ് അതേഴ്സ് പ്രോബ്ലംസ് കോൺഫിഡൻഷ്യൽ. നമ്മളെ രത്ന എന്ത് ചെയ്തു? മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെല്ലാം ഒരു കോൺഫിഡൻഷ്യലായിട്ട്, ഒരു സീക്രട്ടായിട്ട് എന്ത് ചെയ്തു? കീപ്പ് ചെയ്തു. ബോത്ത് ഓഫ് ദം ഡിഡ് ഗ്രേറ്റ് സോഷ്യൽ സർവീസ്. ഈ രണ്ട് പേരും നല്ലൊരു സോഷ്യൽ സർവീസാണ് എന്ത് ചെയ്തത്? അവരുടെ ആ ഒരു സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. ഇത് നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. വളരെ ഷോർട്ട് ആയിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഏറ്റവും ഈസിയ രീതിയിലാണ് ഈ ഒരു ക്ലാസ് പ്രസൻറ്റ് ചെയ്തിരുന്നത്. എനിവേ, താങ്ക് യു.